പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന വാചകങ്ങൾ കേൾക്കാത്തവരുണ്ടാകില്ല. എങ്കിലും പലർക്കും പരാജയങ്ങളെ ഉൾക്കൊള്ളാനോ അതിൽ നിന്ന് മുക്തരാവാനോ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തിനെങ്കിലും പരാജയങ്ങളുടെ കയ്പുനീര് കുടിക്കാത്തവരുണ്ടാകില്ല. ജീവിതത്തിൽ വിജയവും പരാജയങ്ങളും ഒക്കെ സംഭവിക്കാം. പരാജയപ്പെടുന്നത് ഒരു തെറ്റൊന്നുമല്ല. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരുന്ന അറിയപ്പെടാത്തവരും അറിയപ്പെട്ടവരുമായ ഒട്ടനവധി ആളുകൾ സൃഷ്ടിച്ചതാണ് ഇന്ന് നാം കാണുന്ന ഈ ലോകം. അതിനാൽ തോൽവികൾ ആഘോഷിക്കാൻ കൂടിയുള്ളതാണ്. എത്രയെത്ര ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എത്ര പരാജയങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കും എത്തിയിരിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിക്കാനും അതിലൂടെ ആളുകളെ റിസ്ക് എടുക്കാൻ പ്രചോദിപ്പിക്കാനുമായിട്ടും ലോകത്ത് ഒരു മ്യൂസിയം ഉണ്ട്. അതാണ് പരാജയത്തിൻ്റെ മ്യൂസിയം, ദ മ്യൂസിയം ഓഫ് ഫെയിലിയർ. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുള്ള ഇൻഡസ്ട്രി സിറ്റിയിൽ ഇപ്പോൾ പരാജയങ്ങളെ ആഘോഷമാക്കാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ലോകത്ത് നവീനമായി വന്ന പല ആശയങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ട ഇന്നോവേഷനുകൾക്കുള്ള ഇടം കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള പരാജയപ്പെട്ട സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഒരു ശേഖരം ഈ മ്യൂസിയത്തിൽ കാണാം. നമുക്ക് ചുറ്റിലും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പലതിനും പല വലിയ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദാഹരണമാണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടകളിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ദിനവും കാണുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ നവീകരിക്കപ്പെട്ടാകും മുന്നിലേക്ക് എത്തുക. എന്നാൽ എല്ലാ നവീകരണ പ്രൊജക്റ്റുകളിലും ഭൂരിഭാഗവും പരാജയപ്പെടുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ആശയത്തിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. സന്ദർശകർക്ക് പരാജയങ്ങളെ സംബന്ധിച്ച് മികച്ച ജീവിത പാഠാനുഭവം നൽകാൻ ഈ മ്യൂസിയത്തിന് സാധിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ഇനവും നവീകരണത്തിന്റെ റിസ്ക് സാധ്യതകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഉൾക്കാഴ്ച നൽകുന്നു. പരാജയത്തെ ഇത്ര മനോഹരമായ ആശയത്തിലൂടെ ആളുകൾക്ക് പകർന്നു നൽകുന്ന ഈ മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് സൈക്കോളജിസ്റ്റും ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ PhD ഉള്ള ഡോക്ടർ സാമുവൽ വെസ്റ്റ് ആണ്. ലോകത്തിലെ എല്ലാത്തിന്റെയും നവീകരണത്തിനും പുരോഗതിക്കും പരാജയം നേരിടുക എന്നത് സ്വാഭാവികമാണ്. അതിനാൽ പരാജയത്തെ സംബന്ധിച്ച് ക്രിയാത്മക ചർച്ചകളെ ഉത്തേജിപ്പിക്കുകയും അർത്ഥവത്തായ റിസ്കുകൾ എടുക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മ്യൂസിയം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് സാമുവൽ വെസ്റ്റ് പറയുന്നു. ലോകമെമ്പാടും പ്രദർശനം നടത്തുന്ന മ്യൂസിയം ഓഫ് ഫെയിലിയറിൽ ലോകത്തെ മാറ്റുമെന്ന് കരുതിയ 100-ലധികം പരാജയപ്പെട്ട ഇന്നോവേഷനുകൾ ഉണ്ട്. പലതും വമ്പൻ കമ്പനികളുടേതാണ്. ഈ വമ്പൻ കോർപ്പറേഷനുകൾ പുതിയ എന്തെങ്കിലും പരീക്ഷിക്കുമ്പോൾ അതിൽ പരാജയവും സംഭവിച്ചാൽ അതിനെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ അവർ ശ്രമിച്ചു. നമ്മൾ അർത്ഥവത്തായ റിസ്കുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഈ വമ്പൻ കമ്പനികൾ മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മളത് വ്യക്തിപരമായ ജീവിതത്തിലും ചെയ്യണം. നമ്മൾ മികച്ച വ്യക്തികളായി വളരണമെങ്കിൽ ഈ റിസ്കുകൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം, സാമുവൽ വെസ്റ്റ് പറഞ്ഞു. ഗൂഗിളും കൊക്കക്കോളയും മുതൽ നോക്കിയയുടെ വരെ പരാജയപ്പെട്ട ഇന്നോവേഷനുകൾ ഇവിടെ അറിയാം. പരാജയപ്പെട്ട ഇന്നോവേഷനുകൾ വമ്പൻ കമ്പനികൾക്ക് മാത്രമല്ല ഇവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുക. സന്ദർശകർക്ക് അവരുടെ ഏത് തരത്തിലുള്ള പരാജയങ്ങൾ പങ്കിടാനോ അത് അറിയുന്നവർക്ക് ജീവിതത്തിൽ പിന്തുടരാൻ സഹായകരമായ ഓർമ്മപ്പെടുത്തലുകൾ എഴുതാനോ കഴിയുന്ന ഒരു ചുവരും ഈ പ്രദർശനത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ പലയിടങ്ങളിലായി നടന്ന പ്രദർശനത്തിൽ ഒട്ടേറെ പേർ തങ്ങളുടെ പരാജയങ്ങൾ ഇത്തരത്തിൽ പങ്കുവച്ചിട്ടുണ്ട്.